നാലാമത്തെ ചോദ്യം. Prove that in any parallelogram the sum of the squares of all sides is equal to the sum of the squares of the diagonals. അതായത് ചോദ്യം മനസ്സിലായി കാണുമല്ലോ. അതായത് ഈ 4 പാരലോഗ്രാം 4 വശങ്ങളുടെ സ്ക്വയറിന്റെ സമ്മും ഈ ഡയഗണൽസിന്റെ സമ്മും സ്ക്വയറിന്റെ സമ്മും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ദാറ്റിന് പി ടിന്ന് എഴുതുന്നുള്ള ഇവിടെ അതുപോലെ ടു പ്രൂവ് ദാറ്റ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഞാനിവിടെ ഒരെണ്ണം ആയിട്ട് എടുത്തിട്ടുണ്ട്, 0 ആയിട്ട് എടുത്ത്. എന്തുകൊണ്ടാണ്? നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ച് ഈസി ആയിട്ട് കിട്ടും. അല്ലാതെ x1 y1 x2 y2 x3 y3 x4 y4 എന്ന് പറഞ്ഞ് എടുക്കാം. പക്ഷേ ഭയങ്കര സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും. അതിനു വേണ്ടിയാണ്, സിംപ്ലിഫിക്കേഷൻ ഈസി ആകാൻ വേണ്ടിയാണ് ഒരു വെർട്ടെക്സ് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെ അല്ലായിരുന്നോ? അത് തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്. To prove that OA square plus AB square plus BC square plus OC square is equal to diagonals OB square plus AC square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, OA സ്ക്വയർ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ആണ്. ഇവിടെ 0 0 ആയി. അപ്പം നമുക്ക് എന്താ കിട്ടും? x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. ഇനി AB സ്ക്വയർ, ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പം x1 പ്ലസ് x2 ആ. അതിൽ നിന്ന് x1 അങ്ങ് കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? x2 സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ് y1 പ്ലസ് y2 മൈനസ് y1. അപ്പം y1 കട്ട് ചെയ്ത് പോയിട്ട് y2 സ്ക്വയർ എന്ന് കിട്ടും. നൗ BC സ്ക്വയറിൽ ഇതുപോലെയാണ്. നോക്കിയേ, x1 x2 ഇവിടെ ഉണ്ട്. കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എന്താ കിട്ടും? x1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഇനി OC സ്ക്വയർ ഇസ് ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇവിടെ y1 അല്ല വേണ്ടത്, സോറി y2 എന്ന് എഴുതി. ഇനി നമുക്കിത് ഇത്രയും ആഡ് ചെയ്യാം. OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് OC സ്ക്വയർ ഈക്വൽസ്. നോക്കിക്കേ, x1 സ്ക്വയർ 2 എണ്ണം ഉണ്ട്, y1 സ്ക്വയർ 2 എണ്ണം ഉണ്ട്, x2 സ്ക്വയർ 2 എണ്ണം ഉണ്ട്, y2 സ്ക്വയർ 2 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 കോമൺ ആയിട്ട് എടുക്കാം. 2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് OC സ്ക്വയറിൻ്റെ സം. ഇനി നമുക്ക് ഇപ്പോൾ കാണുന്നില്ലല്ലേ, താഴത്തത് കാണുന്നില്ല. അത് കുറച്ച് ക്വസ്റ്റ്യൻ വായിക്കേണ്ടിയിരിക്കുന്നു. OC കാണുന്നില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടെ. OC സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ താഴെയുള്ളതാണ്. OC സ്ക്വയർ ഇസ് ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ ആഡ് ചെയ്തത് ഇവിടത്തെയാണ് ഞാൻ അങ്ങോട്ട് മേളോട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? ഡയഗണൽസ് അല്ലേ? ഡയഗണൽസ് ആഡ് ചെയ്യണം. OB സ്ക്വയർ എത്ര? ഇവിടെ നമ്മുടെ കോർഡിനേഷൻ മാഞ്ഞു പോയല്ലേ? x1 പ്ലസ് x2 y1 പ്ലസ് y2. അപ്പോൾ ഇവിടെ OB കാണുമ്പോൾ ഇവിടെ 0 0 അല്ലേ? അപ്പം നമുക്ക് എന്താ കിട്ടും? x1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 ദ ഹോൾ സ്ക്വയർ. ഇനി AC സ്ക്വയർ ഇസ് ഈക്വൽ ടു നോക്കിക്കേ, x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 minus y1 the whole square.
ഇവിടെ നോക്കിക്കേ, ഒ ബി സ്ക്വയർ നമുക്ക് എന്താ കിട്ടി? x1 പ്ലസ് x2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ, അതായത് x1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. y1 പ്ലസ് y2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ, y1 പ്ലസ് y2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് 2x1 x2 പ്ലസ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? പ്ലസ് 2y1 y2. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാണ്. x2 സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ മൈനസ് 2x1 x2 പ്ലസ് y2 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മൈനസ് 2y1 y2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും, ഇതും കട്ട് ചെയ്ത് പോകും, ഇതും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നേരത്തെ പോലെ ഇവിടത്തെ പോലെ തന്നെ കിട്ടും അല്ലേ? എന്ത് കിട്ടും? 2ob സ്ക്വയർ പ്ലസ് ac സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. നോക്കിക്കേ, ഇതും ഒന്നല്ലേ? നോക്കിക്കേ, therefore we can write OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് OC സ്ക്വയർ ഇസ് ഈക്വൽ ടു OB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. മനസ്സിലായോ? ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതെല്ലാം മാഞ്ഞു പോയി അല്ലേ? നേരത്തെ എഴുതിയതാണ്, അതിൻ്റെ പുറത്തൂടെ കൈവച്ചുകൊണ്ടാണ് മാഞ്ഞു പോയത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, എക്സസൈസ് തീരാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.